അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ദിറാസ ആൻഡ് റിവായത്തി അൽ കറങ്ക് നജീബ് മഹ്ഫൂദ്. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ വിശദമായിട്ട് നജീബ് മഹ്ഫൂദ് എന്ന എഴുത്തുകാരനെ പരിചയപ്പെട്ടു. ഫി ഹാദിഹിൽ വഹദ നഹ്നു നദ്റസു ഔ നഫ്ഹം ഹൗല റിവായത്തി അൽ കറങ്ക് നജീബ് മഹ്ഫൂദ്. ധാരാളം നോവലുകൾ എഴുതിയ, ധാരാളം രചനകൾ നടത്തിയ, സുലാസിയാത്ത് എന്ന പ്രഗത്ഭ രചനകൾ കൊണ്ട് വളരെയധികം വിപ്ലവങ്ങൾ സൃഷ്ടിച്ച എഴുത്തുകാരനായ നജീബ് മഹ്ഫൂദിന്റെ കറങ്ക് എന്ന നോവലാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഒരു നോവലിൽ നിന്ന് അല്പം വായിക്കുന്നതോടുകൂടെ, ഒരു നോവലിൽ നിന്ന് ചെറിയൊരു ഭാഗം മനസ്സിലാകുന്നതോടുകൂടെ നമ്മൾ അദ്ദേഹത്തിന്റെ രചനാ വൈഭവത്തിന്റെ ചെറിയൊരു അംശം മനസ്സിലാക്കുകയാണ്. നമുക്കറിയാലോ, നമ്മളൊക്കെ രുചി നോക്കുന്നത് അതിൽ നിന്ന് അല്പം എടുത്തിട്ടാണ് അതിന്റെ ഒരു രുചി നോക്കുന്നത്. അങ്ങനെയുള്ള ഒരു രുചിനോട്ടമാണ് ഈ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് കറങ്ക് എന്ന ഒരു പദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അറബിയുമായി ടച്ച് ഇല്ലാത്തൊരു പദമായിട്ട് തോന്നാം കറങ്ക്. എന്താണ് കറങ്ക്, എന്താണ് നോവലിലെ ഇതിവൃത്തം, അതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ കറങ്ക് എന്നുള്ളത് ഇസ്മു മഖ്ഹ. മഖ്ഹ എന്ന് പറഞ്ഞാൽ ടീ ഷോപ്പ്. അങ്ങനത്തെ കീവേഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം. കറങ്ക് എന്നത് ഒരു ടീ ഷോപ്പിന്റെ പേരാണ്. നമ്മളെ നാട്ടിലൊക്കെ ചായ മക്കാനി എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ചെറിയൊരു തട്ടുകട, അല്ലെങ്കിൽ ഒരു ചെറിയ ചായക്കട, ആ രീതിയിലൊക്കെ മനസ്സിലാക്കുക. ഇവിടെ നടക്കുന്നത് ഇവിടെ 1960കളുടെ അവസാനത്തിൽ, അല്ലെങ്കിൽ 60 കഴിഞ്ഞ് 70ലേക്ക് കടക്കുന്ന കാലയളവിലൊക്കെയുള്ള ഈജിപ്തിലുണ്ടായിരുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള വിപ്ലവങ്ങളും ഒക്കെ ഈ നോവലിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ജമാൽ അബ്ദുൽ നാസറിന്റെ രാഷ്ട്രീയപരമായ പല നീക്കങ്ങൾക്കെതിരെയും നടന്ന സൗറകൾ, വിപ്ലവങ്ങൾ, ഈ വിപ്ലവത്തെ അടിച്ചൊതുക്കുന്നതിന്റെ ഭാഗമായിട്ട് അകാരണമായി ആളുകളെ ജയിലിലടക്കുന്ന പ്രവണത അവിടെ കൂടി വന്നിരുന്നു. അതിന്റെ ഭാഗമായി നടന്ന ചില സംഭവവികാസങ്ങൾ, ചില യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ അതിനെതിരെയുള്ള പ്രതികരണങ്ങൾ, അകാരണമായി ഭരണകൂടത്തിനെതിരെ പറഞ്ഞതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെ തിരിയുമെന്ന് സാധ്യതയുള്ളവരെ പോലും ജയിലിലടക്കുന്ന ഒരു പ്രവണത അവിടങ്ങളിൽ നടന്നിരുന്നു. അതിനുശേഷം ഭരണകൂടങ്ങളുടെ മാറ്റം സംഭവിക്കുന്ന സമയത്താണ് ഇതിനൊരു അറുതി വരുന്നത്. ആ ഒരു സംഭവവികാസങ്ങളെ, ആവശ്യമില്ലാതെ ജയിലിലടക്കപ്പെട്ടവരുടെ ചില വിഷയങ്ങളും ഭരണകൂടത്തിന്റെ ചില കാട്ടിക്കൂട്ടലുകളും ഒക്കെ നമുക്ക് ഈ നോവലിൽ വായിക്കാം. ഈ കഥ, അല്ലെങ്കിൽ ഈ നോവലിന്റെ ഇതിവൃത്തം കറങ്ങുന്നത്, ഞാൻ സൂചിപ്പിക്കുന്നത്, നജീബ് മഹ്ഫൂദ് അതിനെ കൊണ്ടുപോകുന്നത് ഒരു ഹോട്ടലുമായി ഹോട്ടൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ കറങ്ക് എന്ന ചായക്കടയുമായി ബന്ധപ്പെടുത്തിയാണ്. ഈ കറങ്ക് എന്ന ചായക്കടയിൽ, അല്ലെങ്കിൽ ടീ ഷോപ്പിൽ, മക്ഹയിൽ ചായ, ആ ഒരു മക്ഹയുടെ ഉടമസ്ഥയായിട്ടുള്ള കറംഫുല എന്ന 40 വയസ്സ് തോന്നിക്കുന്ന ഒരു മധ്യവയസ്ക, അവിടെ എത്തുന്ന ആളുകൾ, അവരുടെ സംസാരങ്ങൾ, സ്വാഭാവികമായിട്ടും ചായമക്കാനിയിലൊക്കെ നാട്ടിലെ സാമൂഹിക വിഷയങ്ങളെ കുറിച്ചൊക്കെയുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ അടങ്ങിയ ഒരു സാമൂഹിക ചുറ്റുപാടിനെ വിശദീകരിക്കുന്ന ഒരു നോവലാണ് നമ്മുടെ നജീബ് മഹ്ഫൂദിന്റെ അൽ കറങ്ക് എന്ന നോവൽ. നമുക്കിവിടെ നോക്കാം. റിവായത്തു നജീബ് മഹ്ഫൂദ് അൽ കറങ്ക്. അപ്പൊ ആദ്യം നമ്മൾ ഇതിനെക്കുറിച്ച് ഹുലാസൊക്കെ എഴുതാനുണ്ടാവും, അല്ലെങ്കിൽ ഈ നോവലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. നുഷിറത്ത് റിവായ അൽ കറങ്ക് ലി മറൽ ഊല സന 1970, 1974 ആദ്യ പതിപ്പ് പുറത്തിറങ്ങുന്നത്. വസമനു കിതാബത്തിഹ 1971 അത് എഴുതുന്നത്. കമാഹുവ വാലിഹും മിന താരിഖിൽ മദ്കൂർ ഫി നിഹായത്തി റിവായത്തിൽ തന്നെ, നോവലിന്റെ അവസാനത്തിൽ തന്നെ അതിന്റെ ചരിത്രം പറയുന്നുണ്ട്. ഇനി വഖത്ത് തമ്മ തഹ്വീലു ഹാദിഹി റിവായ ഇല ഫിലിം സിനിമാവി. 1975 ഈ നോവല് സിനിമയാക്കിയിട്ടുണ്ട്. തതകബ്ബനു ഹാദിഹി റിവായ മിൻ അർബഅത്തി ഫുസൂലിൻ. ഈ റിവായത്ത്, ഈ നോവല് 4 ഫസലുകളാണ്, അല്ലെങ്കിൽ 4 ഭാഗങ്ങളായിട്ടാണ്, 4 അധ്യായങ്ങളായിട്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. യഹ്മിലു കുല്ലു വാഹിദിൻ മിനൽ ഫുസൂൽ ഇസ്മു അഹദി ശഖ്സിയാത്തിൽ മഹ്വരിയ്യ ഫി റിവായ. കഥാപാത്രത്തിന്റെ പേര് കൊണ്ടാണ് ഓരോ അധ്യായത്തിനും പേര് വെക്കപ്പെട്ടിട്ടുള്ളത്. യഹ്മിലുഹു കുല്ലു വാഹിദിൻ മിനൽ ഫുസൂൽ ഇസ്മു അഹദി ശഖ്സിയാത്തിൽ മഹ്വരിയ്യ ഫി റിവായ. റിവായത്തിലെ ക്രൈറ്റീരിയയിൽ ഉൾക്കൊണ്ട, അല്ലെങ്കിൽ കഥാപാത്രങ്ങളായി ഉൾക്കൊള്ളുന്ന 4 പേരെയാണ്. വതഅത്തി അസ്മാഉൽ ഫുസൂൽ അർബഅ ഹകദ. അപ്പൊ ആരൊക്കെയാണ് 4 കഥാപാത്രങ്ങൾ? 1 ഖറംഫുല, 2 ഇസ്മായിൽ അഷേഖ്, 3 സൈനബ് അത്തിയാബ്, 4 ഖാലിദ് സഫ്വാൻ. ഇങ്ങനെ 4 കഥാപാത്രങ്ങളാണ് ഈ നോവലിന്റെ ചാപ്റ്ററുകളായിട്ട് വരുന്നത്, ഓരോ ചാപ്റ്ററുകളായിട്ട് വരുന്നത്.
ഇനി അമ്മ ബിൻ നിസ്ബ ഇല തസ്മിയത്തി റിവായ ഫഹാദൽ ഇസ്മ കറങ്ക്. ഇനി എന്താണ് കറങ്ക് എന്ന് പേരിട്ടത്? അമൻ നിസ്ബ ഇല തസ്മിയത്തി റിവായ, റിവായത്തിന് പേര് നൽകാനുള്ള കാരണം കറങ്ക് എന്ന പേര്. യുഷീർ മുബാഷിറൻ ഇലൽ മഅബദുൽ ഫറഊനി അശ്ശാമിഹുൽ വാഖി ഫി മദീനത്തുൽ അക്സർ ഫി സഈദ് മിസ്ർ. മിസ്റിലുള്ള ഒരു ഫറോവയുടെ ആരാധനാലയം അല്ലെങ്കിൽ ഫറോവയുടെ ശവകുടീരം പോലെയുള്ള വലിയൊരു ബിൽഡിംഗ്, അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു പേരാണ്. അപ്പോൾ ഒരു ഫറോവയുടെ നാമധേയത്തിൽ ഫറോവയുടെ പേരിലുള്ള ഒരു കെട്ടിടവുമായി ബന്ധപ്പെട്ട ഒരു പേര്, അങ്ങനെയാണ് ഇതിന് പേര് വരുന്നത്. പക്ഷെ ഇവിടെ ലാക്കിൻ ഹുനാൽ കറങ്ക്, അപ്പോൾ ഫറോവയുടെ ആരാധനാലയം എന്നല്ല ഇവിടെ കറങ്ക്, അതാണ് അതിനുപയോഗിക്കുന്ന ഒരു പദമാണ്. ഇവിടെ കറങ്ക് എന്നാൽ ഇസ്മുൽ മഖ്ഹ ഷഅബി യഖ്തബ്, ഒരു പിന്നെ ഒരു മഖ്ഹയുടെ പേരാണ്. മഖ്ഹ ഷഅബി ഒരു നാട്ടു തട്ടുകടയുടെ പേരാണ്. യഖൂബി വസ്തുൽ ഖാഹിറ അല്ലദി യദൂറു അഗ്ലബ അഹദാസി റിവായ ദാഖിലുഹു. ഈ മഖ്ഹയുള്ളത് ബിവസ്തുൽ ഖാഹിറ, കെയ്റോയുടെ മധ്യത്തിലാണ്. അല്ലദി യദൂറു അഗ്ലബ അഹദാസി റിവായ ദാഖിലുഹു, ഇവിടെയാണ് കഥയിലെ അധിക സംഭവ വികാസങ്ങളും നടക്കുന്നത്. ഇനി വലിൻ നുഖാദി ആറാഉ മുഖ്തലിഫ ഫിർ റാവി, ഈ റാവിയുടെ ഈ നോവലിനെ എഴുതിയതിൽ നാഖദീങ്ങൾക്ക്, നിരൂപകർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അല്ലദീ യസ്റുദു അഹദാസി റിവായത്തുൽ കറങ്ക് യറാ ബഅ്ദുഹും അനിൽ കാത്തിബ് നജീബ് മഹ്ഫൂദ് നഫ്സഹു ഹുവ റാവി. ഇവിടെ കറങ്കിൽ നടന്നൊരു സംഭവത്തെ അവതരിപ്പിക്കുന്നത് പോലെ ഒരു റാവി ആയിട്ടാണ് ഈ കഥയിൽ കൊണ്ടുവരുന്നത്. ആ റാവി എന്ന് പറയുന്നത് അത് നജീബ് മഹ്ഫൂദ് തന്നെയാണെന്ന അഭിപ്രായമുണ്ട്. ഏതായാലും ചില ആളുകൾ പറയും റാവി എന്ന് പറഞ്ഞാൽ അത് ചരിത്രം എന്നുള്ള നിലക്കാണ്. അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. ഇനി അമ്മ ഹൽഫിയത്തു ഹാദിഹി റിവായ, വളരെ കൃത്യമായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആദ്യം എന്താണ് ആരെഴുതിയ നോവൽ നമ്മൾ മനസ്സിലാക്കി, നോവലിന്റെ ഇതിവൃത്തം എന്താണെന്ന് മനസ്സിലാക്കി, എത്ര ചാപ്റ്ററുകളുണ്ട് എന്ന് മനസ്സിലാക്കി. ഇനി അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അമ്മ ഖൽഫിയത്തു ഹാദിഹി റിവായ ഫതഊദു ഇലാ തിൽക്കൽ ഫത്ര അൽ മുംതദ്ദ അല്ലതി ആഷതഹ ജംഹൂരിയത്തു മിസ്ർ അൽ അറബിയ. ഈജിപ്തിലെ ജനങ്ങൾ ജീവിച്ച ഒരു സാഹചര്യം, ഒരു സാമൂഹിക സാഹചര്യം. ബൈന ഹർബൈനിഹുമ ഹർബുൻ നക്സ 1967 പിന്നെ ഹസീമത്ത് ഹസൈറാൻ എന്ന പേരിൽ പ്രശസ്തമായ 1967 1973 ഇടയിലുള്ള ആ രണ്ട് യുദ്ധങ്ങളുടെ ഇടയിലുള്ള ആ കാലയളവാണ്. അൽ ഫത്രത്തുൽ മംലൂഅ ബിൽ ഇസ്തിറാബാത്തി വൽ ഫൗള, ഇടർച്ചകളുടെയും അതിക്രമങ്ങളുടെയും ഒരു കാലഘട്ടമായി അറിയപ്പെടുന്ന, ആകെ വിപ്ലവങ്ങളും കുഴപ്പങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് 67നും 73നും ഇടയ്ക്കുള്ള കാലഘട്ടം. ഈ ഒരു കാലഘട്ടമാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത്. تحكي رواية عن القمع والاستبداد من قبل الحاكم رئيس جمال عبد الناصر وعن الفساد المنتشر في زمانه. ഭരണാധികാരിയായിരുന്ന ജമാൽ അബ്ദുൽ നാസറിന്റെ ഏകാധിപത്യത്തിനെതിരെ, സ്വച്ഛാധിപത്യത്തിനെതിരെയൊക്കെയുള്ള അത് മൂലമുണ്ടായ അനിൽ ഫസാദിൽ മുൻതശിർ ഫി സമാനിഹി വൽ മശാകിൽ അല്ലതി യുആനി മിൻഹാ ശബാബുൽ മുസഖഫൂൻ, സംസ്കാര സമ്പന്നരായ യുവാക്കളൊക്കെ അനുഭവിച്ചു പോന്നിരുന്ന അക്കാലഘട്ടത്തിലുണ്ട കുഴപ്പങ്ങളും, വ്യാപകമായ കുഴപ്പങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയാണ് ഈ നോവലിൽ പറയപ്പെടുന്നത്. തർസും റിവായ അൽ ഫഅൽ അശ്ശനിയ ഗൈറ മുബർരിറ മിൻ ഖബലി അജ്ഹിസത്തുൽ അംൻ വൽ മുഖാബറാത്തുൽ മിസ്രിയ. ഈ റിവായത്ത് തർസും റിവായത്ത് വരച്ചു കാണിക്കുന്ന അൽ ഫഅൽ അശ്ശനിയ, മോശം പ്രവണതകളെയും പ്രവർത്തനങ്ങളെയും, ഗൈറ മുബർരിറ മിൻ ഖബലി അജ്ഹിസത്തുൽ അംൻ, ഈ പദം ഓർത്തു വെക്കണം, അജ്ഹിസത്തുൽ അംൻ സുരക്ഷാ സേനയുടെ അടുത്ത് നിന്നും, വൽ മുഖാബറാത്തുൽ മിസ്രിയ മിസ്ർ സൈനികരുടെയും അധികാരികളുടെയും അടുത്ത് നിന്നൊക്കെ കിട്ടുന്ന. ഹൈസു തുബയ്യിനു ഖിസ്സ മജ്മുഅ മിന ശുബ്ബാനി ഫിൽ ജാമിയ, ഇതിൽ കുറച്ച് യുവാക്കളുടെ ഒരു കഥ കൂടി പറയുന്നു. മിനൽ ജാമിയത്തി, യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, തമ്മ ഇഅ്തിഖാലുഹും ദൂനൽ ജറാഇം വൽ അസ്ബാബിൽ വാളിഹ, അകാരണമായി പുറത്താക്കപ്പെട്ട, റിസൈൻ ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ട ചില യുവാക്കളുടെ, അപ്പോൾ അകാരണമായി അക്രമിക്കായ ജോലികളിൽ നിന്ന് പിരിച്ചുവിടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യാപകമായിരുന്നു. അതും ഈ നോവലിൽ പറയുന്നു. വക്കാനത്തിൽ ജരീമത്തിൽ മുത്തഹിമ അലൈഹിം, ഇനി ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അകാരണമായി പിരിച്ചുവിട്ട യുവാക്കൾക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം, അൽ ജരീമത്തുൽ മുത്തഹിമ, ആരോപിക്കപ്പെട്ട കുറ്റം, ഇന്നമാഹിയ മുജാലസത്തുഹും ബാദിൽ മിനൽ മുഫക്കിരീന അല്ലദീന കാനു യൻതഖിദൂനൽ ഹാക്കിം അർ റഈസ്, ഭരണാധികാരിയായ ജമാൽ അബ്ദുൽ നാസറിനെ എതിർക്കുന്ന ആളുകളുടെ കൂടെ അല്പനേരം ഇരുന്നു എന്നതായിരുന്നു കുറച്ച് ഉദ്യോഗസ്ഥരെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിരിച്ചുവിടാനുണ്ടായ കാരണം. അപ്പൊ ഇങ്ങനെ പിന്നെ തന്നെ എതിർക്കുന്നവർക്കെതിരെ ഇരുന്നതിന് പോലും പിന്നെ ജയിലിലടക്കുന്ന ഒരു സാഹചര്യം അക്കാലഘട്ടത്തിൽ വന്നു. അതൊക്കെയാണ് കറങ്ക് എന്ന നോവല് വളരെ വിശദമായിട്ട് പറയുന്നത്.
ഇനി നമുക്ക് എല്ലാം നമുക്ക് പഠിക്കാനില്ല. നമ്മൾ ഒരു മുഖ്തവൽ ഫസലൈനിൽ അവൽ വസാനി മിൻ റിവായൽ കറങ്ക്, ഒന്നാമത്തെയും രണ്ടാമത്തെയും അധ്യായങ്ങളുടെ ഒരു ചുരുക്ക രൂപം അല്ലെങ്കിൽ ഒരു ഉള്ളടക്കമാണ് പറയാൻ പോകുന്നത്. في بداية رواية يسرد لدينا الراوي كيف عثر على المقهى الكرنك والتصاقه بزواره ثم يصور عن الأشخاص الموجودين في المقهى. അപ്പോൾ കഥ തുടങ്ങുന്ന സമയത്ത് നമുക്ക് വിവരിച്ചു നൽകുന്നത്, റാവി വിവരിച്ചു നൽകുന്നത് കൈഫ അസർ അലൽ മൊക്കഹൽ കറങ്ക്, കറങ്ക് എന്ന ഹോട്ടൽ എത്രമാത്രം സ്വാധീനം ചെലുത്തപ്പെട്ടു, അല്ലെങ്കിൽ എത്രമാത്രം സെലക്ട് ചെയ്യപ്പെട്ടു, ആളുകൾ അതിൽ വരുന്നതും പോകുന്നതും അവിടെ സംസാരിക്കുന്നവരും. ഫിഹിം അൽ കുഹൂൽ വഷുബാൻ, അവര് മധ്യവയസ്കരുണ്ട്, യുവാക്കൾ, അതിൽ യുവതികളുണ്ട്. വറജുലുൻ സൂ മക്കാനിൻ ആലിൻ, ഹൈ പോസ്റ്റിലുള്ള ആളുകളുണ്ട്. യാമലു മുദീറൻ ലിൽ അലാഖത്തിൽ ലാമ ഫി ഹിദൽ മുഅസ്സസാത്ത്, ചില കമ്പനികളിലൊക്കെ പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഒരു ചായക്കട, ആ ചായക്കടയിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നാണ് ആദ്യത്തെ നോവലിൽ തുടങ്ങുമ്പോൾ നമുക്ക് കാണിക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ ചെറിയ ആളുകൾ മുതൽ മുടി വെട്ടുന്ന ബാർബർ മുതൽ വലിയ വലിയ കമ്പനികളുടെ സിഇഒമാർ വരെ അവിടെ വന്ന് ചായ കുടിച്ചു പോകുന്നവരുണ്ട്. വബൈനഹും മാസിഫുൽ അദ്ഹിയ, ഷൂ പോളിഷ് ചെയ്യുന്ന ആളുകളുണ്ട്. വ ആമിലുൻ നലാഫ, ക്ലീനിങ് ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട്. വസാഖി വംറാത്തും ഫി വസാഖി, ഇനി അവർക്ക് സാഖി ആയിട്ടുള്ള ആള്. വംറാത്തുൻ ഫി അർബഈനാത്തിഹ ഇസ്മുഹ ഖറംഫുല, അവർക്ക് വെള്ളം കൊടുക്കുന്ന ആള് അല്ലെങ്കിൽ വെള്ളം ഇതാക്കി കൊടുക്കുന്ന ആളുടെ പേര് ഖറംഫുല എന്നാണ്. വഹിയല്ലത്തി തുദീറു ശുഊനൽ മഖ്ഹ, അവളാണ് മക്കഹയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കാനത്തിൽ ഖറംഫുല റാഖിസ, ഖറംഫുല ആരായിരുന്നു എന്നറിയോ? ഷി വാസ് എ ഡാൻസർ, അവൾ ഒരു ഡാൻസുകാരിയായിരുന്നു. അവള് ഹോട്ടലിലൊക്കെ നൃത്തം വെക്കുക, അങ്ങനത്തെ ഒരു നർത്തകിയായിരുന്നു അവള്. വബാദ ഇത്തിസാലിഹ ഖാമത് ബിഫ്തിതാഹി ഹാദൽ മഖ്ഹ അൽ ഖറങ്ക്, അവിടുന്ന് ആ ജോലി രാജിവെച്ചതിന് ശേഷമാണ് കറങ്ക് എന്ന ഹോട്ടൽ തുടങ്ങുന്നത്. تبدأ أحداث الرواية مع عدم حضور مجموعة من الشبان الذين كانوا يرتادون المقهى. ഈ നോവൽ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ഇടയ്ക്കിടെ ചായക്കടയിൽ ടീ ഷോപ്പിൽ വരാറുണ്ടായിരുന്ന രണ്ട് യുവാക്കളെ കാണാനില്ല, അവരിപ്പോൾ വരാറില്ല. വബാദ് ദാലിക ഉലിമൽ അംറു ബിഅന്നഹും ഉഖ്തഖലൂ, അപ്പോൾ എന്നും ചായ കുടിക്കാൻ വരാറുള്ള രണ്ടാൾക്കാരെ കാണാറില്ല. അപ്പോൾ അന്നത്തെ സംഭാഷണം എങ്ങനെയാണ് തുടങ്ങുന്നത്? അല്ല, എന്നും വരുന്ന ഇന്ന ആളുകളെ കാണുന്നില്ലല്ലോ. അപ്പോഴാണ് അറിയുന്നത് അവർ രാജിവെച്ചിരിക്കുന്നു എന്ന്. രാജിവെച്ചതല്ല, അവരെ പുറത്താക്കിയിരിക്കുന്നു. വക്കാന ഹൽമ ഹമ്മാദ മിൻ അബ്റസി സുവാരിൽ മഖ്ഹൽ ഖറങ്ക്, ഹൽമ ഹമ്മാദ എന്ന് പറയുന്ന ആള് അവിടുത്തെ സ്ഥിരം വിസിറ്റർ ആയിരുന്നു. വഹു താലിബുൻ ജാമിയുൻ ഷുയൂഇൻ മുഅയ്യിദി സൗറ, ഒരു വിപ്ലവ ജാമിയുൻ ഷുയൂഇൻ, ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായിരുന്നു ഈ വിദ്യാർത്ഥി. ലാകിൻ ഉതഖല ഇദ്ദത മറാത്തിൻ ബിസബബി തുഹ്മ അൽ മുവജ്ജിഹ ഇലൈഹി ബിഅന്നഹു മുഖാലിഫുൻ ലിസൗറ, വിപ്ലവങ്ങൾക്ക് എതിരായിരുന്നു എന്നതിനെ വമബാദി റിജാലിഹ, അതിന്റെ പ്രിൻസിപ്പൽസിനും എതിരായി നിന്നു എന്നതിനാൽ പലവട്ടം ഈ ജോലിയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. വിപ്ലവം നയിച്ചത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ ഹെൽമ ഒരുപാട് തവണ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആക്രമിച്ചതിൽ പ്രമുഖനാണ് ഖാലിദ് സഫ്വാൻ. അങ്ങനെ യുദ്ധങ്ങളുടെ പീഡനങ്ങളും അനുഭവിച്ചുകൊണ്ട്, ഭരണകൂടത്തിന്റെ പീഡനങ്ങളും അനുഭവിച്ചുകൊണ്ട് ഹെൽമയുടെ ജീവിതം അങ്ങനെ പോകുന്നു. ഇങ്ങനെ ഒന്നാമത്തെ ഫസൽ അവസാനിക്കുന്നു. അതിന്റെ പേര് ഖറംഫുല എന്നാണ്, ഒന്നാമത്തെ കറങ്ക് നോവലിന്റെ ഒന്നാമത്തെ. ഇനി രണ്ടാമത്തത്, അപ്പൊ ഒന്നാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയെന്ന് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തേൽ ഇസ്മായിൽ ഷെയ്ഖ് എന്ന് പറയുന്ന ഇല ഹയാത്ത് ഇസ്മായിൽ ഷെയ്ഖിന്റെ ഹയാത്തിലേക്ക്, ജീവിതത്തിലേക്കാണ് നമ്മുടെ കഥ നമ്മളെ കൊണ്ടുപോകുന്നത്. വഹുവ മിൻ ഷഖ്സിയ്യാത്തിൽ മെഹ്വരിയ്യത്തി റിവായ, കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒരാളാണ് ഇസ്മായിൽ ഷെയ്ഖ്. ഷാബുൻ മുസഖഫുൻ മിനത്ത് തബഖിൽ ഫഖീറ, താഴ്ന്ന ജാതിക്കാരിൽപ്പെട്ട അല്ലെങ്കിൽ ലോ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വളർന്നു വന്ന സംസ്കാര സമ്പന്നനായ ഒരു യുവാവ്. കാന ഇസ്മായിൽ സദീഖൻ ലിഹൽമ, നമ്മൾ നേരത്തെ പറഞ്ഞ ഹൽമയുടെ സദീഖായിരുന്നു. വലാകിന്നഹു ലം യകുൻ മിൻ മുഅയ്യിദി ശുയൂയ കമാ കാന ഹൽമ, പക്ഷേ അയാൾ വിപ്ലവകാരിയൊന്നും ആയിരുന്നില്ല. വകാന ബൈന ഇസ്മായിൽ വബൈന സൈനബ് ദിയാബ് അലാഖത്ത് ഹുബ്ബിൻ, ഇസ്മായിൽ എന്നവർ സൈനബ് ദിയാവുമായിട്ട് ചെറിയ പ്രണയത്തിലായിരുന്നു. ഹൽമ, ഇസ്മായിൽ, സൈനബ്, ഇവര് മൂന്നാളും അത്തറദ്ദുൽ മഹഖ് കറങ്ക്, കറങ്ക് എന്ന ചായക്കടയിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കാറുണ്ട്. ഊത്തുഖിൽ ഇസ്മായിൽ സലാസ മറാത്തിൻ, ഇസ്മായിൽ 3 വട്ടം രാജിവെച്ചു. ഒന്നാമത്തെ തവണ അദ്ദേഹത്തെ രാജിവെച്ചു എന്നാണ്, പുറത്താക്കി, രാജിവെപ്പിച്ചു. ഒന്നാമത്തെ തവണ പറഞ്ഞത് അൽ ഇഖ്വാനുമായിട്ട് ബന്ധമുണ്ടെന്ന.
വബാദ മാ തഅറദ ലികസീരിൻ മിനൽ മുആനാത്തിൽ ജസദിയ്യ വൻ നഫ്സിയ്യ, ഒരുപാട് ശാരീരിക മാനസിക പീഡനങ്ങൾ അനുഭവിച്ചതിന് ശേഷം ഉത്തുലി ഖസറാഹു വതമ്മ തൗലീഹ് ബറാഅത്തി, അദ്ദേഹം നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് അദ്ദേഹത്തെ തുറന്നുവിട്ടു അല്ലെങ്കിൽ മോചിതനാക്കി. അമലിത്തഖാലുസ്ഥാനി ബിതുഹ്മത്തി അശ്ശുയൂഇയ്യ, രണ്ടാമത്തത് കമ്മ്യൂണിസം ആരോപിച്ചായിരുന്നു. അൽ മുൽഖിയ അലൈഹി ബഅദ ഖുറൂജിഹി മിൻ ഇൻദ സദീഖി ഹൽമ, ഹൽമ എന്ന് പറയുന്ന സദീഖുമായുള്ള കമ്പനിയുടെ അടിസ്ഥാനത്തിൽ. ഉജിബറ ഇസ്മായിൽ അൽ ഇത്റാഫ് ബിൽ ജരീമ അൽ മുസൂറ വഖദ് ഹദ്ദദഹു ഖാലിദ് സഫ്വാൻ ളാബിത്തുൽ മുഖാബറാത്ത് മുൽഖിയൻ ശീഖത്തുഹു സൈനബ്, സൈനബിനെ ആക്രമിക്കുന്നതായി കാണിച്ച് പേടിച്ച് കുറ്റസമ്മതം നടത്തിക്കാൻ ശ്രമിച്ചു. എങ്ങനെയായാലും പിന്നെ രണ്ടാം തവണയും ജയിൽ മോചിതനായി. വഫിഹാദിൽ മറൈലൻ സബത്ത് ബറാത്തു, അപ്പോഴും അദ്ദേഹം വിപ്ലവകരമായ കാര്യങ്ങളിൽ അക്രമങ്ങളൊന്നുമില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ ജയിൽ മോചിതനായി. ലം യക്കും, ഇതൊക്കെ ഒരാൾ ജയിലിൽ അടക്കപ്പെട്ടു മോചിതനായി എന്ന് പറയുമ്പോൾ അവിടൊക്കെ ഒരു ഏകാധിപത്യവും സ്വച്ഛാധിപത്യവും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഏതായാലും മൂന്നാമത്തെ തവണയും അദ്ദേഹത്തെ ജയിലിലടക്കുകയാണ്. വലം യഖ്ദറ യഗ്ഫിറ ശൈഅൻ ഹീന മഖാമ ഖാലിദ് സഫ്വാൻ വഅവാനുഹു ബിഇത്തിസാബി ഹബീബത്തിഹി സൈനബ് അമാമ ഐനൈഹി, അദ്ദേഹത്തിന്റെ കൺമുന്നിൽ വെച്ച് തന്റെ പ്രണയിനിയെ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആയാലും അദ്ദേഹം നിരാശനായി ജീവിതം തന്നെ മടുത്തു. പിന്നെ അങ്ങനെ അദ്ദേഹം സൈനബിനോടുള്ള ബന്ധവും അവശേഷിപ്പിച്ച് വിട്ടേച്ച് പോകുന്ന രംഗം ഇതോടെ രണ്ടാമത്തെ ചാപ്റ്ററും അവസാനിക്കും. ഇനി നമുക്ക് ഇതിൽ പറയാനുള്ളതിലെ ചില കഥാപാത്രങ്ങളെ കുറിച്ചാണ്. നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ആരൊക്കെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. അഷ്ശഖ്സിയ്യാത്തുൽ മെഹ്വരിയ്യ ഫി റിവായ, അഷ്ശഖ്സിയ്യാത്ത് ലഹ മകാന മുഹിമ്മ ഫിൽ അമലി റിവായി. എന്തിനാണ് നമ്മൾ കഥാപാത്രങ്ങൾ പറയുന്നത്? ഒരു നോവലിനെ കുറിച്ച് അനലൈസ് ചെയ്താൽ പറയുമ്പോൾ നമ്മൾ ആദ്യം നോവലിന്റെ ഇതിവൃത്തം ഉണ്ട്, അതിലെ കഥാപാത്രങ്ങൾ അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അത് ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലായി എന്ന് നമ്മൾ വാല്യൂ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഷഖ്സിയ്യാത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത്. കറങ്ക് എന്ന ഹോട്ടലുമായി ചുറ്റിപ്പറ്റിയാണ് നോവൽ നടക്കുന്നത്. അപ്പോൾ ഇതിലുള്ള സുപ്രധാനമായ കഥാപാത്രങ്ങൾ, ഒന്ന് കറംഫുല. കറംഫുല ആരാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഹിയ സാഹിബത്തുൽ മഖ്ഹ അൽ കറങ്ക്, കറങ്ക് ഹോട്ടലിന്റെ ഉടമസ്ഥയാണ്. അല്ലത്തി നഹസ ഉംറുഹ അൽ 40, 40 വിട്ട് കടന്നു. വലം യുഫാരിഖ് മിൻഹ ജമാൽഹ അസ്സഹിരി, വയസ്സേ 40 കടന്നിട്ടുള്ളൂ, അവരുടെ മാസ്മരിക സൗന്ദര്യം നിലനിൽപ്പുണ്ട്. ജമാൽ അസ്സഹിരി എന്ന് പറഞ്ഞ മാസ്മരിക സൗന്ദര്യം. ഫിൽ മഖ്ഹ തുഖദ്ദിമു ഖറംഫുല മിനൽ മശ്റൂബാത്തിൽ ലസീസ ബിഅ മുനാസിബ ലിഖാഅത്തി الثقافية والمثامرة الودية بين المخبرين والمثقفين وطلبة الجامعة. ഹോട്ടലിൽ നല്ല മധുരപാനീയങ്ങളും നല്ല വിഭവസമൃദ്ധമായ പാനീയങ്ങളും ഒക്കെ കറംഫുല തയ്യാറാക്കുന്നു. അവിടെ വന്നു പോകുന്നവരിൽ സാംസ്കാരിക നായകരുണ്ട്, ഉയർന്നവരുണ്ട്, ഉന്നതിയുള്ളവരുണ്ട്, എല്ലാ രീതിയിലുള്ള ആളുകളും അവിടെ കടന്നു പോകുന്നു. തുഷാരിഖു ഖറംഫുല ഫിൽ ഹിവാരി അല്ലദി യദൂറു ബൈന സബാഇനിൽ മഖ്ഹ ബിഹയവിയ്യ, സജീവമായിട്ട് അവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ സംഭാഷണങ്ങളിൽ ഖറംഫുല ഇടപെടുന്നു. അതാണ് നമ്മുടെ നോവലിൽ അവൾക്കുള്ള സ്ഥാനം. വഹും യുഹിബ്ബൂനഹ ബിഹുസ്നി മുആമലതിഹ വറഹ്ബി സദ്രിഹ, വിശാല മനസ്കതയും നല്ല പെരുമാറ്റവും ആയതുകൊണ്ട് കസ്റ്റമേഴ്സ്, അവിടെ വരുന്ന ആളുകൾ, സബായിനുകൾ അവളെ ഇഷ്ടപ്പെടുന്നു. ഏതായാലും ഹൽമയുടെ വഫാത്തിന് ശേഷം നമ്മളെ കറംഫുലയെ കാണുന്നത് വളരെ ദുഃഖിതയായിട്ടാണ്. ഇസ്മായിൽ ഷെയ്ഖ് നമ്മൾ നേരത്തെ പറഞ്ഞു, വാഹിദുൻ മിന സബാഇനിൽ മുഅ്തദീന ഫീ മഖ്ഹ അൽ കറങ്ക്. കറങ്ക് എന്ന നോവലിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് കറങ്ക് എന്ന ഹോട്ടലിലെ സന്ദർശകരിൽ ഒരാളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ ഉദ്യോഗമൊക്കെ ഉണ്ട്, വേറെ വിഷയം. യജ്തമിഉ കുല്ല യൗമിൻ മഅ അസ്തിഖാഇഹി ഫിൽ മഖ്ഹ ലിൽ മുനാഖശാതി വതർദശാത്, കൂട്ടുകാരോടൊപ്പം കറങ്കിൽ വരുന്നവർ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ഒക്കെ. വനസ്തതിഉൽ ഖൗലു ഇന്നഹു യലബു ബിദൗരിൽ ബത്തൽ അർ-റിയാദി ഫി റിവായ, ഈ നോവലിലെ നായകൻ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് ഇസ്മായിൽ ഷെയ്ഖിനെ പറയാൻ പറ്റും. ഇസ്മായിൽ ഷെയ്ഖ് ഷാബുൻ യൻതമി ഇലാ തബഖത്തിൻ ഫഖീറ, ഒരു ലോ ക്ലാസ് ഫാമിലിയുള്ള, തബഖ ഫഖീർ എന്ന താഴ്ന്ന വിഭാഗം ജനങ്ങളിൽപ്പെട്ട സംസ്കാര സമ്പന്നനായ ഒരു യുവാവാണ് ഇസ്മായിൽ ഷെയ്ഖ്. വഹുവ മിൻ അബ്നാഇ الثورة ومن المؤيدين للرئيس الحاكم عبد الناصر والاشتراكية المصرية, അദ്ദേഹമൊക്കെ വിപ്ലവത്തിന്റെ ആളുകളിൽപ്പെട്ട ആളായിരുന്നു. അബ്ദുൽ നാസറിന്റെ സഹായിയുമായിട്ടായിരുന്നു. കാനയ ഷെയ്ഖ് സൈനബ് ദിയാബ്, അദ്ദേഹത്തിന്റെ കാമുകിയായിരുന്നു സൈനബ് ദിയാബ്. വലം യതമക്കൻ ലഹുമാ മുഷാറക്കത്തുൽ ഹയാത്തി ഫി സബബിൽ മത്തായിബ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിത വഴിയിൽ ഒന്നിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, അതിന് വലിയൊരു ഭീഷണിയായി നിന്ന ആളായിരുന്നു ഖാലിദ് സഫ്വാൻ. മറ്റൊന്ന് സൈനബ് ദിയാബാണ്. സൈനബ് ദിയാബ് എന്ന് പറയുന്നത് കാമുകിയാണ്. ആരുടെ കാമുകിയാണ്? നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഇസ്മായിൽ ഷെയ്ഖിന്റെ കാമുകിയാണ്.
അപ്പോൾ കാമുകിയായിരിക്കെ കാമുകിയും കാമുകനും തമ്മിലുള്ള കഥാസഞ്ചാരങ്ങൾ വളരെയധികം നോവൽ നടക്കുന്നുണ്ട് എന്നതിനാൽ തന്നെ നമുക്ക് സൈനബ് ദിയാബിനെ ഇതിലെ കാമുകിയായിട്ട് പറയാം, അല്ലെങ്കിൽ നായകിയായിട്ട് പറയാം. ഷാബത്തുൻ ജവീരത്തുൻ ഫി മത്തലയിൽ ഹയാത്ത്, ജീവിതത്തിന്റെ നല്ല മാർഗത്തിലൂടെ നല്ലൊരു സമയത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സുന്ദരിയായ യുവതി സൈനബ്. وكانت أيضا معرضة للاعتقال والتعذيب والوحشي والاعتصاف في داخل السجن لدى حبيبها إسماعيل. തൻ്റെ പ്രണയ വായുവിന് മുമ്പിൽ അല്ലെങ്കിൽ തൻ്റെ കാമുകന് മുന്നിൽ പലവട്ടം അക്രമങ്ങൾക്കും പീഡനങ്ങൾക്കുമൊക്കെ വിധേയമാകേണ്ടി വന്നിട്ടുണ്ട് അവൾക്ക്. ഖാലിദ് സഫ്വാൻ മിൻഹ മിസല മാലി തലബ മിൻ ഇസ്മായിൽ അൻ തകൂന മുഖ്ബിറ അൻ സമലായിഹ ഹൈസു തുറാഖിബു അഫ്വാലുഹും. ഇസ്മായിൽ ഷെയ്ഖിനോട് തൻ്റെ സുഹൃത്തുക്കളായ ആളുകളുടെ ചാരനായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ നിങ്ങളാവണം എന്ന രീതിയിലൊക്കെ ഭരണകൂടം പറഞ്ഞപ്പോൾ അതിനൊക്കെ സമ്മതം മൂലാത്തത് കൊണ്ട് ഒരുപാട് അക്രമങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരാളാണ് പിന്നെ സൈനബ് ദിയാബ്. ഖാലിദ് സഫ്വാൻ, അപ്പൊ ഈ സൈനബ് ദിയാബ് എല്ലാ അക്രമങ്ങൾ സമ്മതിക്കേണ്ടി വന്നത് കാമുകനോടാണ്, പറഞ്ഞ് ഇസ്മായിൽ ഷെയ്ഖിനോടാണ്. അയാൾ പറയാതെ കേൾക്കാതെ വന്നപ്പോൾ അയാളുടെ കാമുകിയെ ആക്രമിക്കാൻ തുടങ്ങി. ഖാലിദ് സഫ്വാൻ നമുക്ക് ഈ കഥയിലെ വില്ലൻ എന്ന് പറയാം, അഥവാ ലാബിത്തുൽ മുഖാബറത്തില്ലതി യുമസ്സിലുൽ ജയിൽ, സൈന്യത്തിന്റെ നേതാവായിരുന്നു, പട്ടാളക്കാരനായിരുന്നു അദ്ദേഹം. യംസിലുൽ വൽ ഫസാദ് വൽ ഖമൽ ഇസ്തിബ്ദാദ് അല്ലദി വക്കില ബി മുറാഖബത്തിൽ ഹറകാത്ത് സിറ്റിയ വൽ അസ്വാത്തിൽ മുആദിയ മിനൽ ജമാഅതി വൽ മുതസദ്ദ. ഭരണകൂടത്തിനെതിരെയുള്ള അക്രമങ്ങളെ നിയന്ത്രിക്കുന്നതും ഭരണകൂടത്തിനെതിരെയുള്ള ആളുകളുടെ ഇടയിൽ നിന്നുള്ള രഹസ്യമായതും പരസ്യമായിട്ടുള്ള നിലപാടുകളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ കണ്ടെത്തി അതിനെ നേരിടലായിരുന്നു ഇദ്ദേഹത്തിന്റെ പണി. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്ന ആളുകളെ വളരെയധികം ആക്രമിക്കുകയും അവരെ ജയിലിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു ഖാലിദ് സഫ്വാൻ. ജയിലിലെത്തിയ ആളുകളെ വളരെയധികം ആക്രമിച്ചു എന്നതിന് ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ സൈനബ് ദിയാബിനെയും അദ്ദേഹത്തിന്റെ കാമുകനായിരുന്ന ഇസ്മായിൽ ഷെയ്ഖിനെയും ഒക്കെ വളരെയധികം ഇദ്ദേഹം പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള 4 കഥാപാത്രങ്ങൾ, സാമൂഹിക രാഷ്ട്രീയ വിപ്ലവങ്ങൾ, ഇതെല്ലാം അടങ്ങിയ ഒരു നോവലാണ് നമ്മൾ നേരത്തെ വിശദീകരിച്ച നജീബ് മഹ്ഫൂദിന്റെ അൽ കറങ്ക് എന്ന നോവൽ. ഫശുക്രൻ ലക്കും ജസാക്കുമുല്ലാഹ് ഖൈർ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.